1000 crore எதிர்பார்க்கலாமா? நான் 2000 crore எதிர்பார்த்துட்டு இருக்கேன். நீங்க என்ன 1000 crore அப்செட் பண்றீங்க? ஐயோ சாரி சார். Any creator, any director in Indian film industry வாயை பொளந்து பார்க்க போறாங்க. കുറച്ചു നാളുകളായി കേരളത്തിലെ പല ചുവരുകളിലും ബസ് സ്റ്റോപ്പുകളിലും എന്തിലേറെ നാട് വിടാമെന്ന് കരുതി ട്രെയിനിൽ കയറിയാൽ പോലും അവിടെയും നിങ്ങൾക്ക് കങ്കുവയുടെ പോസ്റ്ററുകൾ കാണുവാൻ സാധിച്ചേക്കാം. ഇത് ഇവിടെ മാത്രമല്ല, ദുബായിലും US-ലും തുടങ്ങി അങ്ങ് ലണ്ടനിൽ വരെ കാണുവാൻ കഴിഞ്ഞേക്കും. അത്രയ്ക്ക് കിടിലനായിട്ടാണ് ഈ പടത്തെ അവർ പ്രൊമോട്ട് ചെയ്തു വരുന്നത്. കരൺ ജോഹർ തൊട്ട് അങ്ങ് രാജമൗലി വരെയും കങ്കുവയ്ക്കായി ആശംസകളും അഭിനന്ദനങ്ങളുമായി എത്തി എന്നതും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. പണ്ടെന്ന് വെച്ചാൽ അങ്ങ് 2015 ഇതേപോലെ തന്നെയായിരുന്നു വിജയുടെ പുലി എന്ന ചിത്രത്തിന് ലഭിച്ചിരുന്ന ഹൈപ്പ്. ഓഡിയോ ലോഞ്ചിനായി KS രവികുമാർ, വിജയ് സേതുപതി, SJ സൂര്യ എന്നിങ്ങനെ ഒട്ടനവധി പേർക്കൊപ്പം നമ്മുടെ ഈ മെയിൻ കക്ഷിയും ഉണ്ടായിരുന്നു. അന്ന് അങ്ങേര് പറഞ്ഞ ഓരോ വാചകങ്ങളും ഇന്ന് ഇത്ര വർഷങ്ങൾക്ക് ശേഷവും വൺ ട്രോൾ മെറ്റീരിയലായി തന്നെ നിലകൊള്ളുന്നു. അതേപോലെ തന്നെ കങ്കുവ ടീമിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ചെയ്ത പല കാര്യങ്ങളും ഇതേപോലെ തന്നെ ട്രോൾ മെറ്റീരിയലായി മാറാനും വൻ ചാൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഈ 2000 കോടിയുടെ വിഷയം. മൈക്ക് കൈ കിട്ടിയെന്നും പറഞ്ഞ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞതിന് ഇന്ത്യ மட்டுமல்ல உலக அரங்கிலே சிறந்த ஒரு நடிகன் ஒரு தமிழனாக இருக்கிறான் என்று சொன்னால் அது என்னுடைய மாமா சூர்யாவாகத்தான் இருப்பான். ഇതൊന്നും പോരാഞ്ഞിട്ട് രാജമൗലിയുടെ ഫോട്ടോയാണ് തന്റെ വാൾപേപ്പർ എന്നും പറഞ്ഞ് അങ്ങേരെ സോപ്പിടാൻ നോക്കിയതിന് ఎంతో ఇష్టపడి బోలెడంత ప్రేమతో చాలా చాలా ഇനി അത് ശരിക്കും അങ്ങേരുടെ പണ്ട് തൊട്ടേയുള്ള വാൾപേപ്പർ ആണെങ്കിൽ കൂടിയും അത് ഈ വേദിയിൽ തന്നെ വെച്ച് വെളിപ്പെടുത്തിയതോടെ അതും ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജിയായി മാത്രമേ കണക്കാക്കാൻ കഴിയൂ. ശരിക്കും പറഞ്ഞാൽ സൂര്യയൊക്കെ വളരെ മാന്യനാണെന്നും മുതിർന്നവരോട് നല്ല ബഹുമാനമുള്ള വ്യക്തിയുമാണെന്നൊക്കെ നമുക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ പടത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണെങ്കിലും സഹമനുഷ്യ സ്നേഹമില്ലാത്ത, ഇപ്പോഴും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഇവനെ പോലെ ഒരു അൾട്രാ റോക്കിന്റെ കാലിൽ വീഴുകയും അവന് വേണ്ടി തന്നെ ജയ് വിളിക്കുകയും ചെയ്ത സൂര്യയെ കണ്ടിട്ട് ആസ് എ ഫാൻ എന്ന നിലയ്ക്ക് എനിക്ക് വളരെ സങ്കടമാണ് തോന്നിയത്. ലാബിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു കുട്ടിയും ബൗണ്ടി ഹണ്ടറായ ഫ്രാൻസിസും തമ്മിൽ കണ്ടുമുട്ടുകയും ശേഷം അവിടെ നിന്നും കങ്കുവയിലേക്കുള്ള ഒരു മിസ്റ്റീരിയസ് ആയ കണക്ഷനുമാണ് ഈ പടത്തിന്റെ പശ്ചാത്തലമെന്ന് ഓൾറെഡി ലീക്കായിരുന്നു. അതിനെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് പടത്തിന്റെ ട്രെയിലർ 2ന്റെ ഭൂരിഭാഗം രംഗങ്ങളും. ബീസ്റ്റ് സിനിമയിലെ ഫൈറ്റർ ജെറ്റിൽ ഇരുന്നുകൊണ്ട് സല്യൂട്ട് അടിച്ചതിന് എത്രമാത്രം റോളുകളാണ് വിജയ് വാരിക്കൂട്ടിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ട്രെയിലർ കട്ടിലെ ഈ ഒരു സീൻ കണ്ടിട്ട് അതേപോലെ ട്രോൾ ഏറ്റുവാങ്ങാൻ സാധ്യതയില്ലാതില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ പടത്തിന്റെ ഏറ്റവും വലിയ ഗുണവും ദോഷവും ഇതിന് കിട്ടിയിരിക്കുന്ന ഹൈപ്പ് തന്നെയാണ്. 10,000-ൽ പരം സ്ക്രീൻ കൗണ്ട്സ്, 10-ലധികം ഭാഷകളിൽ റിലീസ്, പടത്തിലെ ഓരോ അണിയറ പ്രവർത്തകരുടെയും ഹൈ ലെവൽ കോൺഫിഡൻസ് തുടങ്ങിയവയെല്ലാം ഹൈപ്പ് ഇരട്ടിയാക്കുന്നുണ്ടെങ്കിലും ചെറിയൊരു നെഗറ്റീവ് വന്നാൽ പോലും പടം ആദ്യ വീക്കിൽ തന്നെ വീഴാൻ സാധ്യതയുണ്ട്. കാരണം ലക്കി ഭാസ്കറിനും അമരനും അത്രയ്ക്കും നല്ല റിപ്പോർട്ടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം എങ്ങാനും പോസിറ്റീവ് റെസ്പോൺസ് ആണ് കിട്ടുന്നതെങ്കിലോ അടിക്കുന്ന അടിയിൽ നിലവിലെ കോളിവുഡിന്റെ തലപ്പത്തിരിക്കുന്ന സകല റെക്കോർഡുകളും വീഴുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷെ അവിടെയാണ് പടത്തിന്റെ ഹൈപ്പ് വില്ലനാകുന്നത്. ഉദാഹരണത്തിന് ബാഹുബലി 1നെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് ഷോയ്ക്ക് ശേഷം എങ്ങും നെഗറ്റീവ് റിപ്പോർട്ടുകളാണ് ബാഹുബലി ഏറ്റുവാങ്ങിയത്. First date was a very bad talk. You know, they were expecting too much Rajamouli and me. Right. Suddenly, Katappa comes and kills the hero. And they didn't like it. It was shock and it was abrupt cut. So they never saw a film like that. And they didn't expect that and they were a little worried. For little afternoon, evening, it was a very bad talk. And I said, ബാഹുബലി വൻ ഗയാ. പിന്നീട് കുറച്ച് സമയമെടുത്താണ് ബാഹുബലി ഇത്രയധികം കളക്ഷൻസ് വാരി കൂട്ടിയതും ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി മാറിയതും. KGF-ഉം ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ. പക്ഷേ കങ്കുവയ്ക്ക് എങ്ങനെയല്ല. ഇത്രയധികം ഹൈപ്പ് കയറ്റിയില്ലായിരുന്നുവെങ്കിൽ ഫസ്റ്റ് ഡേ നെഗറ്റീവ് റിപ്പോർട്ട്സുകൾ വന്നിരുന്നെങ്കിൽ പോലും പടം പിക്കപ്പ് ആവാനുള്ള ചാൻസുകൾ ഏറെയായിരുന്നു. ഇതിപ്പോ ഇത്രയ്ക്ക് ഹൈപ്പ് കയറ്റുകയും ചെയ്തിട്ട് വേട്ടയും പോലൊരു ക്ലാസ് പടത്തെ പിടിച്ച് റിലീസ് ഡേറ്റ് മാറ്റി വെക്കേണ്ടിയും വന്നു. സത്യത്തിൽ നവംബർ 14-നെക്കാളും എന്തുകൊണ്ടും മികച്ച ഡേറ്റ് തന്നെയായിരുന്നു ഒക്ടോബർ 10. സൂര്യയുടെ അടുത്ത പടം സിർത്ത് ശിവയ്ക്കൊപ്പമാണെന്ന വാർത്ത കേട്ട ഉടനെ തന്നെ എല്ലാവരും ഫ്ലോപ്പ് സ്റ്റാറ്റസ് കൊടുത്ത പടമായിരുന്നു കങ്കുവ. കാരണം എല്ലാവരും ഒരു ടിപ്പിക്കൽ ശിവപടമാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ആ സമയത്താണ് ഈ ഒരു അനൗൺസ്മെന്റ് വീഡിയോ വന്നതും ഒപ്പം പടത്തിൽ ചെറിയൊരു പ്രതീക്ഷ വന്നതും. പക്ഷെ ഇന്നിതാ പടം റിലീസാവാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇവര് കയറ്റി വെച്ചിരിക്കുന്ന ഹൈപ്പിനെ ഓർത്ത് ചെറിയൊരു ഭയം ഇല്ലാതില്ല. അതിന് കാരണം ശിവ ഡയറക്ട് ചെയ്ത അണ്ണാത്തയോ വിവേകമോ മാത്രമല്ല. പണ്ടൊരിക്കൽ റൺ, സണ്ടക്കോഴി, പയ്യ പോലത്തെ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളെടുത്ത ലിംഗുസ്വാമി അണ്ണനെ വെച്ച് അഞ്ചാൻ എന്നൊരു പടം പിടിച്ചു. ലുക്ക് മാത്രം വെച്ച് പടം ഒടുക്കത്തെ ഹൈപ്പ് കയറുകയും ചെയ്തു. ഇതൊന്നും പോരാഞ്ഞിട്ട് ടീസറിന് വരെ സക്സസ് മീറ്റ് വയ്ക്കുകയും ചെയ്തു. சூர்யா கூட அந்த படம் வந்து ஒர்க் போயிட்டு இருக்கு. நான் சொன்னேன் இதுவரை கத்துக்கிட்ட மொத்த வித்தையும் முழுசா இறக்கணும்னு நினைச்சிருக்கேன். എന്നിട്ട് അവസാനം പടം റിലീസ് ആയപ്പോഴോ അങ്ങനെ പവനായി ശവമായി
അതുകൊണ്ട് മുൻപത്തെ പടങ്ങളെ വെച്ച് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം KGF മുൻപ് പ്രശാന്ത് നീൽ എന്ന ഡയറക്ടറിനെ ഇന്ത്യയിൽ ആർക്കും തന്നെ അറിയില്ലായിരുന്നു. മഹാനടി പോലൊരു ക്ലാസ് ചിത്രമെടുത്ത ഡയറക്ടർ എന്ന് കൽക്കി പോലൊരു പടമെടുത്ത് എല്ലാവരും ഞെട്ടിച്ചു. അതേപോലെ ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയുടെ പ്രൈഡ് എന്നറിയപ്പെട്ടിരുന്ന മനുഷ്യനെന്ന് 200-300 കോടികൾ മുടക്കി കോമാളിപ്പടങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. സോ ചില സ്ഥലങ്ങളിലെ VFX ഒക്കെ പാളിപ്പോയിട്ടുണ്ടെങ്കിലും പടം നന്നാവട്ടെ. வாழ்க்கை ஒரு வட்டம்டா. இங்க ஜெயிக்கிறவன் தோப்பான், தோக்குறவன் ஜெயிப்பான். ഒരുപക്ഷെ അഞ്ചാൻ എന്ന ചിത്രത്തിന് ഇത്രയ്ക്ക് ഹൈപ്പൊന്നും കൊടുക്കാതെ നോർമലായി റിലീസ് ചെയ്തിരുന്നുവെങ്കിൽ ഒരു ശരാശരി മാസ് മസാല പടം എന്ന നിലയ്ക്കെങ്കിലും ഹിറ്റായി കാണുമായിരുന്നു. അതേപോലെ തന്നെ നമുക്കും ഉണ്ടായിരുന്ന ഒരു കിങ് ഓഫ് കൊത്ത. ഒന്നുമില്ലാത്തൊരു സാധാരണ പടത്തിന് അനാവശ്യമായി ഹൈപ്പ് കയറ്റി തള്ളി മറിച്ചിട്ട് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ കളിയാക്കലുകൾ മാത്രം ഏറ്റുവാങ്ങിയ RDX എന്ന സിമ്പിളായി കപ്പം കൊണ്ടുപോയത് ഞാൻ ഇന്നും ഓർക്കുന്നു. ഇതിന്റെയൊക്കെ ക്ഷീണം ലക്കി ഭാസ്കറിലൂടെ DQ എങ്ങനെ നികത്തിയോ അതേപോലെ തന്നെ സൂര്യക്ക് തിയേറ്റർ ഹിറ്റില്ല എന്ന നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞു നടക്കുന്ന ഹേറ്റേഴ്സിന്റെ പെട്ടിയിലടിക്കുന്ന ആദ്യത്തെ ആണയായി കങ്കുവ മാറട്ടെ എന്നാണ് ഒട്ടുമിക്ക ആരാധകരുടെയും ആഗ്രഹം. ആകെ ഉണ്ടായിരുന്ന 2 നല്ല പടങ്ങൾ OTTക്ക് കൊടുക്കുകയും തിയേറ്ററിൽ ഇറങ്ങിയ പടങ്ങൾ ഡൗൺ ആയ ശേഷം റോളക്സ് ആയി വന്ന സോഷ്യൽ മീഡിയ മൊത്തം ട്രെൻഡായി മാറുകയും ചെയ്ത സൂര്യയെ പലർക്കും അറിയാം. പണ്ടൊരിക്കൽ രാജമൗലിയുടെ പടമായ മഗധീര വേണ്ടെന്ന് വെച്ച് അയൺ എന്ന സാധാരണ സിനിമ ചെയ്ത് 3 സ്റ്റേറ്റുകളിൽ 100 ദിവസം ഓടിച്ച ആ പഴയ സൂര്യയുടെ തിരിച്ചുവരവാണിതെങ്കിൽ അങ്ങേരെ ബോക്സ് ഓഫീസിന്റെ കാര്യത്തിൽ ശിവകാർത്തികേയനുമായിട്ട് വരെ ഉപമിച്ചവരൊക്കെ ഇവിടെ തന്നെ കാണണം. പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു യഥാർത്ഥ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ ചിത്രം എങ്ങനെയായിരിക്കണമെന്ന് അറിയണമെങ്കിൽ അതിന് നമ്മുടെ ഗാലു തന്നെ കനിയണം. 2 hours later.